അല്ല പൂർണ്ണ ഇനി എന്ത് ലോ ആൻഡ് ഓർഡറാണ് കേരളത്തിൽ വേണ്ടത്? എന്ത് തോന്നിയ ദിവസവും ആർക്കും ചെയ്യാം. നൂറുകണക്കിന് ക്രിമിനലുകളാണ്, ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഈ മയക്കുമരുന്നും ഉപയോഗിച്ച് അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഏത് സാധാരണക്കാരനെയും ഏത് പാവപ്പെട്ടവനെയും ഏത് മനുഷ്യരും ആ സ്ത്രീയും പുരുഷനും ഇല്ലാതെ ആരും ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണ്. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇത് ചെയ്യും. അവർ സ്വയം സ്തുതിഗീതങ്ങൾ പാടി നടക്കുമല്ലേ. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് പാർട്ടിയിലെ ജില്ലാ സമ്മേളനങ്ങളിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും പുതിയ പ്രമോഷൻ കിട്ടുമായിരിക്കും അവർക്ക് അങ്ങനെ പറഞ്ഞാൽ. കാരണം മുഖ്യമന്ത്രി തന്നെ പോയിരിക്കുകയല്ലേ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടിയിട്ട്. ആരും വിമർശിക്കാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ ഫുൾ ടൈം പോയിരിക്കുകയല്ലേ. ഒരു നിയന്ത്രണവും ഇല്ലല്ലോ. പോലീസിനും എക്സൈസിനും ഒന്നും യാതൊരുവിധ നിയന്ത്രണവും ഇല്ല. ഞാൻ പറഞ്ഞില്ല, പോലീസ് പണ്ടും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. മുഖ്യമന്ത്രിക്കൊന്നും ഒരു കാര്യമില്ല. അവർ വെച്ചിരിക്കുന്ന ഒരു സംഘമുണ്ട് സ്റ്റേറ്റ് ഒട്ടുക്ക്. അവരാണിത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു സംഘമാണ്. എങ്ങോട്ട് പോയി ആർക്ക് DGPക്കോ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ഒരു ജില്ലയിലെ പോലീസ് സംവിധാനം SP-ക്കോ ആർക്കെങ്കിലും നിയന്ത്രണമുണ്ടോ? ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള കേസായിരുന്നു കൂത്താട്ടുകുളത്തെ കേസ്. DYSP ആണ് ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി മാറ്റി കൊടുക്കുന്നത്. മുമ്പിൽ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ സാരി വലിച്ചയച്ച് അവരെ ദേഹോപദ്രവം ചെയ്ത് വണ്ടിയിലേക്ക് വലിച്ചിട്ടിട്ട് ആ വണ്ടിയും കൊണ്ട് ഇവരെ പോയപ്പോൾ മുമ്പിൽ വന്ന ലോറി സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നത് DYSP ആണ്. പോലീസ് പ്രൊട്ടക്ഷൻ നടപ്പാക്കാൻ കോടതി വിധിയുള്ള ആളാണ്. അയാൾക്കെതിരെ നടപടിയെടുത്തോ? എന്തും ചെയ്യാവുന്ന സ്ഥിതിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിൻ്റെ തലേദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. ഇപ്പോൾ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി? മുൻഗണന എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവരെങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് എങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചുരുക്കാണ്. പൈസ ഇല്ല, ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകും. ഇപ്പോൾ തകർന്നില്ലേ കിഫ്ബി? ഇപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കുന്നത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണമെടുത്തിട്ട് ഈ കുറച്ച് 1/3 പണിതിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. അല്ല, അങ്ങനെ ടോൾ വന്നു കഴിഞ്ഞാൽ കേരളം അടിച്ചു പൊളിക്കും ആളുകൾ. കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കുന്നില്ല. കിഫ്ബി റോഡ് നിങ്ങളിത് ആളുകൾ അടിച്ചു പൊളിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ച് കൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് PWD വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ്. ഇപ്പം PWDയുടെ വർക്ക് കിട്ടിയിട്ടില്ല. അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന PWD വർക്ക്. അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ, നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നത് എടുത്തിട്ട് റോഡ് പണിതിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ ടോൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാ. മാത്രമല്ല, ഈ ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന്. കിഫ്ബി ബാധ്യതയാവുമെന്ന് ഞങ്ങളല്ലേ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും, സർക്കാരിന് ബാധ്യതയാവും, ബജറ്റിന് ബാധ്യതയാവും. ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും. അത് ആർക്കും അറിയാൻ പാടില്ലാത്തത്.